പല്ലശാന ഭാഗത്ത് നമ്മുടെ വീഡിയോയിൽ പകർത്താമെന്നാണ് വിചാരിക്കുന്നത്. കുളങ്ങളാണ്. നമ്മളിതൊക്കെ ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോകളൊക്കെ പകർത്തി ഓക്കെ കേട്ടോ. അങ്ങോട്ട് തന്നെ കാണിക്കണം. ഇങ്ങോട്ട് പല്ലശാന വീമ്പിളക്കിട്ടാവ് അമ്പലത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തമിഴന്മാരുടെ തിരക്കാണ് കേട്ടോ. അതാണ്, നല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. എന്താ ഇന്ന് ഭയങ്കര തിരക്കാണ്. ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ഇപ്പൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുളങ്ങളും കണ്ണുകളും ഞങ്ങളുടെ രതീഷിനെയൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ കുളമാണ് മീൻകുളത്തിക്കാവ് കുളം. ഭയങ്കര രസമായ കുളമാണ്. ആൾക്കാർ വരി നിൽക്കേണ്ടവരല്ലേ, ഭയങ്കര ക്യൂ ആണ്. ഇത്രയും ക്യൂ നിൽക്കേണ്ട ആൾക്കാർ. പിന്നെ അതിലൂടെ നടക്കില്ല. ഉള്ളിൽ പോയാൽ ഭയങ്കര തിരക്കാണ്. ഉള്ളിൽ പോയാൽ പിന്നെ നല്ല സമയമാണ്. ഞങ്ങൾ വന്നൊന്ന് ഭയങ്കര തിരക്കാണ്. ഒരു പൂരത്തിനുള്ള ആളുണ്ട്. അതായത് സാക്ഷാൽ മധുര മീനാക്ഷി അമ്മയാണ് ഈ ഷാർട്ടായിട്ട് പറയാം. അടുത്തോളം സാക്ഷാൽ മധുര മീനാക്ഷി അമ്മ, ശാന്തസ്വരൂപിണി, ലോക പരമേശ്വരി, സ്വർണ്ണാംബികെ, രാജരാജേശ്വരി, ജഗദാംബികെ, ഇത്ര പേരുണ്ട് ഈമയ്ക്ക്. എത്ര പേര് വേണമെങ്കിൽ വെച്ച് വിളിക്കാം. അതുകൊണ്ട് ഈമ അപാര ശക്തിയാണ്. പറഞ്ഞു മനസ്സിലായോ? മനോബലവും മനോധൈര്യം കിട്ടും. ഇവിടെ വന്ന് പോകുന്നവർക്ക് മനോബലവും മനോധൈര്യം കിട്ടും. അതുകൊണ്ട് ഈ അമ്പലത്തിലേക്ക് വരിക, തൊഴുക, ദേവി പ്രാർത്ഥിക്കുക. ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ് അല്ലേ? അതെ, ചെവ്വാഴ് ഞാനുണ്ടാകും. അപ്പോൾ ബാക്കി ദിവസമുള്ള കുറച്ച് ഫ്രീ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇട ദിവസങ്ങളിൽ വന്നാലേ ചെവ്വാ വെള്ളി ഞായറും തിരക്കുണ്ടാകും. ബാക്കി ദിവസങ്ങളെല്ലാം ഫ്രീ ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരയ്ക്കും പറയാം. കേട്ടോളെ. ഓക്കെ, വിട്ടു നോക്ക്, വന്നിട്ട് നോക്ക്. അപ്പൊ ദേവിയുടെ അതെടുത്തോളൂ. ദേവിയുടെ ശ്ലോകം വന്നിട്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതി വാസുദേവായ നമ. ഓം നമോ ഭഗവതി വാസുദേവായ നമ. ഓം നമോ ഭഗവതി വാസുദേവ. ഓം ശിവായ നമ. ഓം ശിവായ നമ. ഓം ശിവായ. എല്ലാ ഐശ്വര്യവും എല്ലാവരും കിട്ടണം. നാടും വീടും നന്നായിരിക്കണം. ശരി. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും തിരക്ക് വരുന്നത്. അവരാണ് 100% അവരാണ്. തമിഴ്നാട്ടിൽ ഒന്നുമില്ല, ഏത് ക്ഷേത്രവും ഇല്ല. ശബരിമല ആയിക്കോട്ടെ, ഗുരുവായൂരായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, അവർക്കാണ് പരിപൂർണ്ണ ഐശ്വര്യം. ദൈവഭക്തി കൂടുതലാണ് അവർക്ക്. അതുകൊണ്ട് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് വിശ്വാസം. എന്താണ് ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതി വാസുദേവ. ഓം നമോ ഭഗവതി വാസുദേവ. ഈ ദിവസം തോറും കാലത്ത് 3 പ്രാവശ്യം, രാത്രി ആഹാരം കഴിച്ചിട്ട് 3 പ്രാവശ്യം പറഞ്ഞാലും ആ കുടുംബത്തിലേക്ക് എല്ലാ ഐശ്വര്യം കിട്ടും. ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിലേക്കും എല്ലാം കിട്ടോ. എന്റെ പേര് വാസുദേവൻ. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇദ്ദേഹത്തിനെ കാണുക. വാസുദേവനാണ് പേര്. അദ്ദേഹത്തിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇടത്ത ദിവസങ്ങളിൽ വന്ന ബ്ലോഗേഴ്സ് ചെയ്യുന്നവർ ഇടത്ത ദിവസങ്ങളിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. ഇടത്ത ദിവസങ്ങൾക്ക് മൂപ്പർക്ക് തിരക്കായിരിക്കും. അതാണ് നോക്കുക. അതെ, വേറെ തെറ്റായിട്ട് വിചാരിക്കും. വ്യക്തിപരമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ മൂലസ്ഥാനമുണ്ട്, ഭൈരവരുണ്ട്,
ഭൈരവർ, കാലഭൈരവർ, സ്വർണ്ണകാല ഭൈരവർ, വേഗഭൈരവർ ഇങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇവർക്ക് പവർഫുൾ കൂടുതലാണ്. നമ്മളെ ഒരാളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കാറില്ല. അതങ്ങനെ ഒന്നുമില്ലാണ്ട് പോകണം, സമാധാനത്തിൽ പോകണം, ശാന്തമായിട്ട് പോകണം, കോപ്പറേഷൻ നിൽക്കണം. ഇതാണ് വേണ്ടത്. അതാണ് ഈ ഭൈരവർ. അതാണ് തടയിടുന്നത് കേട്ടോടെ. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം വന്നാൽ സുഖമായിട്ട് അവിടെ തണുപ്പ് തീർന്ന് ക്ലിയറായിട്ട് എടുക്കാം കേട്ടോടെ. പിന്നെയും പറയണം, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ലോക പരമേശ്വരി, ശാന്തസ്വരൂപിണി, സ്വർണ്ണാംബിക, രാജരാജേശ്വരി, ജഗദാംബിക, ഒരുപാട് പേരുണ്ട് ഇതിന് കേട്ടോടെ. ശരി, വരെ ഇടയിൽ വരാം. വരും.